ചോദ്യം ചെയ്യാനാവാത്ത ഓറയുടെ രഹസ്യം. ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു മുറിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു വാക്കുപോലും പറയാതെ മറ്റുള്ളവർ നിശബ്ദരാകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആളുകൾ ഭയത്തോടെയോ ആദരവോടെയോ നിങ്ങളുടെ പേര് അടക്കം പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ തേടുന്നത് അനിവാര്യതയുടെ ഓറയാണ്, ഓറ ഓഫ് ഇന്നെവിറ്റബിലിറ്റി. മിക്കവരും ഒച്ചവെച്ചും ബഹളം വെച്ചുമാണ് ശക്തി തെളിയിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ യഥാർത്ഥ അധികാരം നിർമ്മിക്കുന്നത് നിശബ്ദതയിലും ആത്മനിയന്ത്രണത്തിലുമാണ്. മാക്യുവെല്ലി പറഞ്ഞതോർക്കുക, അധികാരമെന്നാൽ ആവശ്യമായിരിക്കുക എന്നതാണ്. നിങ്ങളെ എതിർക്കാൻ കഴിയില്ലെന്ന് ആളുകൾ വിശ്വസിക്കുന്ന നിമിഷം നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ഈ വീഡിയോയിൽ നിങ്ങളുടെ ഇച്ഛാശക്തിക്ക് മറ്റുള്ളവരെ കീഴ്പ്പെടുത്താൻ സഹായിക്കുന്ന 5 പ്രധാന പാഠങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തും. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ അൺടച്ചബിളായി മാറിയിരിക്കും. മറ്റുള്ളവർ നിങ്ങളെ കബളിപ്പിക്കുകയോ മുതലെടുക്കുകയോ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് വീഡിയോ കോഴ്സ് ആയ ഡാർക്ക് സൈക്കോളജി സീക്രട്സിലേക്ക് സ്വാഗതം. മാനിപ്പുലേഷന്റെയും മൈൻഡ് കൺട്രോളിന്റെയും രഹസ്യ തന്ത്രങ്ങൾ പഠിക്കുക. ആളുകളുടെ മനസ്സ് വായിക്കാനും ആരും നിങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കാനും ഈ അറിവ് നിങ്ങളെ സഹായിക്കും. ശ്രദ്ധിക്കുക, ഈ അറിവ് സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ്. സാധാരണ 3999 രൂപ വിലയുള്ള ഈ കോഴ്സും 20-ലധികം ബുക്ക് സമ്മറികളുടെ ഒരു പ്ലേലിസ്റ്റും വെറും 89 രൂപയുടെ ചാനൽ മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ സൗജന്യമായി ലഭിക്കും. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏത് മെമ്പർഷിപ്പ് ലെവലിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആദ്യ 7 അധ്യായങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ബാക്കിയുള്ളവ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ ചാനൽ മെമ്പർഷിപ്പിലുള്ള മറ്റു 150 പേരോടൊപ്പം ചേരാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് സന്ദർശിക്കുക. നിങ്ങൾ തയ്യാറെങ്കിൽ ഇപ്പോൾ കമന്റ് ചെയ്യുക. ശക്തി എന്നിലേക്ക് ഒഴുകിയേക്കുന്നു. നമുക്ക് തുടങ്ങാം. പാഠം 1. അടിത്തറ, ആന്തരിക നിശ്ചയദാർഢ്യം. 1. ഓറയുടെ താക്കോൽ, അൺഷേക്കബിൾ കൺവിക്ഷൻ. ശക്തി തുടങ്ങുന്നത് നിശ്ചയദാർഢ്യത്തിലാണ്. നിങ്ങൾ സംശയിച്ചാൽ ലോകം നിങ്ങളെ തകർക്കും. നിങ്ങളുടെ പാത പാറയിൽ കൊത്തിയതാണ്. ഒന്നിനും നിങ്ങളെ മാറ്റാൻ കഴിയില്ലെന്ന് ഒരു തോന്നൽ നിങ്ങൾ പ്രസരിപ്പിക്കണം. ഇത് അഭിനയമല്ല, ആന്തരികമായ ഒരു മാറ്റം, മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ്. ദുർബലരായവർ സ്വയം തെളിയിക്കാൻ വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ശക്തനായവൻ വാക്കുകൾ സ്വർണം പോലെ കരുതുന്നു. മറ്റുള്ളവർ വികാരങ്ങൾ പുറത്തുവിടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പ്രതികരണങ്ങൾ ഒഴിവാക്കുക. ഓരോ ഇടപെടലും ഒരു ചെസ് ഗെയിം പോലെ കാണുക. നിങ്ങൾ എത്ര കുറച്ച് വെളിപ്പെടുത്തുന്നുവോ അത്രയധികം അവർ നിങ്ങളെ ഭയപ്പെടും. ആ ഭയം തന്നെയാണ് നിയന്ത്രണത്തിന്റെ വിത്ത്. നിങ്ങൾ ഈ അച്ചടക്കം പരിശീലിക്കാൻ തയ്യാറെങ്കിൽ കമന്റ് ചെയ്യുക. എന്റെ നിശബ്ദത ആജ്ഞാപിക്കുന്നു. പാഠം 2. നിയന്ത്രണം, മാസ്കും ഇമോഷണൽ ഡിറ്റാച്ച്മെന്റും. വൈകാരികമായ ഡിറ്റാച്ച്മെന്റ്. നിങ്ങളുടെ ഓറയുടെ രഹസ്യം നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്നതല്ല, മറിച്ച് ലോകം നിങ്ങളെ എങ്ങനെ കാണണമെന്ന് നിങ്ങൾ അനുവദിക്കുന്നതിലാണ്. അനിയന്ത്രിത വികാരങ്ങൾ ബലഹീനതയാണ്. ദേഷ്യം, അമിതമായ സന്തോഷം, ഭയം, ഇവയെല്ലാം നിങ്ങളുടെ മുഖം മൂടിക്ക് വിള്ളൽ വീഴ്ത്തും. നിങ്ങളുടെ മുഖം ഒരു കോട്ടയായിരിക്കണം. ശബ്ദം ഒരു കണക്ക് കൂട്ടിയ ഉപകരണമായിരിക്കണം. പ്രശംസ, തിരസ്കരണം, വഞ്ചന, ഇവയിൽ നിന്ന് നിങ്ങൾ പ്രതിരോധശേഷി നേടണം. നിങ്ങൾ വൈകാരികമായ പ്രതികരണങ്ങൾ നൽകാതിരിക്കുമ്പോൾ ആളുകൾ അനിശ്ചിതത്വത്തിലേക്ക് വീഴുന്നു. ആ അനിശ്ചിതത്വമാണ് നിങ്ങളുടെ ഓറയ്ക്ക് ഇന്ധനമാകുന്നത്. വികാരങ്ങൾ മനസ്സിനെ മങ്ങുമ്പോൾ ഡിറ്റാച്ച്മെന്റ് അതിനെ വ്യക്തമാക്കും. നിങ്ങൾ ഈ മാസ്ക് ധരിക്കാൻ തയ്യാറാണെങ്കിൽ കമന്റ് ചെയ്യുക. പാഠം 3. ആയുധം, നിശബ്ദതയും സാന്നിധ്യവും. നിശബ്ദതയെയും സാന്നിധ്യത്തെയും ആയുധമാക്കുക. വാക്കുകൾ ആയുധങ്ങളാണ്.
നിശബ്ദത അതിന്റെ മൂർച്ച കൂട്ടുന്ന ഉറയാണ്. നിങ്ങൾ നാക്കടക്കി പിടിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ വായിക്കാനോ പ്രവചിക്കാനോ ഉള്ള അവസരം നിഷേധിക്കപ്പെടുന്നു. നിശബ്ദത നിങ്ങളുടെ തന്ത്രം സംരക്ഷിക്കുന്നു. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഓരോ വാക്കും ഒരു ചുറ്റിക പോലെ പതിക്കണം. ഒരിക്കലും ന്യായീകരിക്കരുത്, മറിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തുക, നിർദ്ദേശങ്ങൾ നൽകുക. ന്യായീകരണം ബലഹീനതയെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഒരു ശക്തിയായി മാറണം. വേഗത മറ്റുള്ളവരെക്കാൾ മെല്ലെ നടക്കുക. ധൃതി ഉത്കണ്ഠയാണ്. നിലപാട് തറ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നൊരു തോന്നൽ നിങ്ങൾ പ്രസരിപ്പിക്കണം. ആളുകൾ ശാന്തമായി നിരീക്ഷിക്കുക. ആദ്യം കണ്ണുമാറ്റുന്നത് മറ്റൊരാളായിരിക്കണം. നിങ്ങൾ സ്വയം അമിതമായി അവൈലബിൾ ആക്കരുത്. വിരളമായതെന്തോ അതിനാണ് മൂല്യം കൂടുതൽ. കമന്റ് ചെയ്യുക, എന്റെ സാന്നിധ്യം നിഷേധിക്കാനാവാത്തതാണ്. പാഠം 4. തന്ത്രം, ലെവറേജും അതിരുകളും. സൈക്കോളജിക്കൽ ലെവറേജ് ആൻഡ് റൂത്ത്ലെസ് ബൗണ്ടറീസ്. ആളുകളെ നിയന്ത്രിക്കാൻ നിങ്ങൾ ലെവറേജ് എന്ന കലയിൽ പ്രാവീണ്യം നേടണം. മനുഷ്യരെ നയിക്കുന്നത് നഷ്ടപ്പെടുമോ എന്ന ഭയവും നേട്ടത്തിനുള്ള പ്രതീക്ഷയുമാണ്. മറ്റുള്ളവർ എന്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് നിങ്ങൾ നിരീക്ഷിക്കുക. അവരുടെ വാലിഡേഷന്റെ ആവശ്യം, പുറത്താക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഭയം, ഇതാണ് നിങ്ങളുടെ ലിവറുകൾ. നിങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾക്ക് ഉത്തരമായിരിക്കുമ്പോൾ നിങ്ങൾ അവരെ സ്വന്തമാക്കി. അതുപോലെ ക്രൂരമായ അതിരുകൾ സ്ഥാപിക്കുക. നിങ്ങൾ എന്ത് സഹിക്കില്ല എന്ന് തീരുമാനിക്കുക. നിങ്ങളുടെ സമയവും ഊർജവും ആഡംബരങ്ങളാണ്. ഒരാൾ നിങ്ങളുടെ അതിരു ലംഘിച്ചാൽ ശാന്തമായും മടിയില്ലാതെയും അവരെ മുറിച്ചു മാറ്റുക. ഇല്ല എന്ന വാക്ക് ദേഷ്യമില്ലാതെ കുറ്റബോധമില്ലാതെ പറയാൻ പഠിക്കുക. ആത്മനിയന്ത്രണമാണ് ഉയർന്ന അതിര്. കമന്റ് ചെയ്യുക, എന്റെ അതിരുകൾ തകർക്കാനാവാത്തതാണ്. പാഠം 5. അന്തിമ ലക്ഷ്യം, അൺടച്ചബിൾ. നമ്മൾ നിർമ്മിച്ച ഈ 5 പ്രിൻസിപ്പിൾസും ചേരുമ്പോഴാണ് നിങ്ങൾ അൺടച്ചബിൾ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. നിങ്ങളെ ഒരു ഗൂഢാലോചനയ്ക്കും ഒരു അഭിഷേധത്തിനും ഒരു വഞ്ചനയ്ക്കും തുളച്ചു കയറാൻ കഴിയില്ല എന്ന തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഓറയാണിത്. വാലിഡേഷൻ തേടുന്നില്ല, അത് സൃഷ്ടിക്കുന്നു. അയാൾ അവസരങ്ങൾക്ക് പിന്നാലെ ഓടുന്നില്ല, അത് ഉണ്ടാക്കുന്നു. ആളുകൾ നിങ്ങളുമായി കളികൾ കളിക്കുന്നത് നിർത്തുന്നു. കാരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ തോൽക്കുമെന്നവർക്കറിയാം. ഈ കിരീടം അഭിനയിച്ചു നേടാൻ കഴിയില്ല. ഇത് ക്രൂരമായ അച്ചടക്കത്തിലൂടെ മാത്രമേ പടുത്തുയർത്താൻ കഴിയൂ. ഇപ്പോൾ നിങ്ങൾ പാത അറിഞ്ഞു. നിങ്ങൾ ഈ ശക്തിയിലേക്ക് കാലെടുത്തു വയ്ക്കാൻ തയ്യാറെങ്കിൽ അവസാനമായി കമന്റ് ചെയ്യുക, ഞാൻ അനിവാര്യനാണ്. ഈ മോണോലോഗ് നിങ്ങളുടെ മനസ്സിനെ മൂർച്ച കൂട്ടിയെങ്കിൽ ഒട്ടും മടിക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യുക. അധികാരത്തിലേക്കുള്ള പാതയിൽ ഒട്ടും താമസത്തിന് സ്ഥലമില്ല. വീണ്ടും കാണാം.